പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ നടക്കാൻ പോകുന്ന അതിനിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിൻ്റെ അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുന്നു. 9-ാം തീയതി കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യും. ഈ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ചില സുപ്രധാന നിരീക്ഷണങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്താൻ കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിലൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഐക്യജനാധിപത്യ മുന്നണി അഥവാ UDF വലിയൊരു മുൻതൂക്കം തെരഞ്ഞെടുപ്പ് രംഗത്ത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മുൻതൂക്കം ലഭിക്കുന്നതിന് പല പല കാരണങ്ങളുണ്ട്. 2001 99 വോട്ട് നേടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത്. എന്നാൽ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് LDF നേടാൻ കഴിഞ്ഞത്. അത് 20,000 വോട്ടിന് കെ രാധാകൃഷ്ണൻ ഒരു മണ്ഡലത്തിൽ നിന്ന് കട്ടിച്ച് രക്ഷപ്പെട്ടതൊഴിച്ചാൽ ബാക്കി CPM കയ്യിലിരുന്ന സീറ്റുകളെല്ലാം പോയി. ഒരു സീറ്റാണ് നേടാൻ കഴിഞ്ഞത്. ഈ 2021 26 ഇടയ്ക്ക് 3-4 സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. തൃക്കാക്കരയിൽ നടന്നു, പുതുപ്പള്ളിയിൽ നടന്നു, പാലക്കാട് നടന്നു, ചേലക്കരയിൽ നടന്നു, പിന്നെ ഇവിടെ നിലമ്പൂരിൽ നടന്നു. 5 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ആ 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് LDF ജയിക്കാൻ കഴിഞ്ഞത്. അവിടെയും ഭൂരിപക്ഷം 24,000-ൽ നിന്ന് 12,000-ആയി കുറഞ്ഞു. ബാക്കി ഉള്ള 4 സ്ഥലങ്ങളിലും, അതായത് പുതുപ്പള്ളിയിലും പിന്നെ തൃക്കാക്കരയിലും പാലക്കാടും നിലമ്പൂരും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയും. അത് രണ്ടാമത്തെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ്, ഡിസംബർ 9, 11 തീയതികളിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സുശക്തവും സുസംഘടിതവുമായിട്ടുള്ള വിജയം നേടാൻ UDF കഴിഞ്ഞു. അതായത് കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിൽ 50-50%, ബാക്കി കോർപ്പറേഷൻ, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അവിടെയൊക്കെ തന്നെ ശക്തമായിട്ടുള്ള മുന്നേറ്റം UDF നടത്താൻ കഴിയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ UDF ഒരു മുൻതൂക്കം ഈ തെരഞ്ഞെടുപ്പിൽ കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ നേടിയ വിജയത്തിനൊക്കെ അപ്പുറത്ത് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, പിണറായി വിജയനെതിരായിട്ടുള്ള അറപ്പ്, വെറുപ്പ്, രോഷം, പ്രതിഷേധം, അഴിമതി, സ്വജനപക്ഷപാതം, വിമതശല്യം, ശബരിമല പെരുങ്കൊള്ള, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആ ഒരു നിരീക്ഷണത്തിന് ഓരോ ദിവസം കഴിയുന്നതോറും ശക്തി കൂടി വരികയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ഏതാണ്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് UDF ഒരു മഹാറാലി നടന്നു. ആ റാലിയിൽ ശ്രീമാൻ രാഹുൽ ഗാന്ധി പങ്കെടുക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അവസാന നിമിഷം വരാൻ കഴിയാതിരുന്നുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെയാണ് ആ യോഗത്തിന്, ആ മഹാറാലിയെ അഭിസംബോധന ചെയ്തത്. സുഹൃത്തുക്കളെ, ആ റാലി UDF തിരിച്ചു വരാനുള്ള സാധ്യത വർദ്ധിച്ചു എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു റാലിയായിരുന്നു. അതുകൊണ്ട് 10-15,000-അടുത്ത ആളുകൾ ആ കോഴിക്കോട് കടപ്പുറത്ത് ആ റാലിയുമായി ബന്ധപ്പെട്ട് അവിടെ സംഗമിച്ചു. അവിടെ അത്രയും പേർ സംഗമിച്ചു എന്ന് മാത്രമല്ല, ആ റാലിയിൽ പങ്കെടുത്ത UDF അണികളുടെ ഒരു ആവേശവും അവരുടെ ഒരു ശരീരഭാഷയും UDF വലിയ ആവേശം മുൻതൂക്കം കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് 10-15,000-അടുത്ത ആളുകളാണ് വന്നത്. എന്നാൽ CPM ഇതുപോലൊരു മഹാറാലി സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടുത്തെ ആ റാലിയിലെ ജനങ്ങളുടെ പങ്കാളിത്തം മാത്രമല്ല, ആ റാലിയിൽ പങ്കെടുത്ത ജനങ്ങളുടെ ഒരു ശരീരഭാഷയും UDF വലിയ മുൻതൂക്കം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ. എന്ന് മാത്രമല്ല, മലബാറിലെ മണ്ഡലങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ പങ്കെടുക്കുന്ന ജനങ്ങളുടെ എണ്ണം, അതിൻ്റെ ആവേശം, അതിൻ്റെ ശരീരഭാഷ, അതൊക്കെ നോക്കുമ്പോൾ മലബാറിൽ UDF അനുകൂലമായി ഒരു തരംഗം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും അതിൽ തെറ്റുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണൂരിൽ പോലും വലിയ വെല്ലുവിളി CPM നേരിടുന്നു. കോഴിക്കോട് വലിയ മുൻതൂക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. മലപ്പുറം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, CPM സ്ഥാനാർത്ഥികളെ പോലും കിട്ടാത്ത ഒരു സാഹചര്യം. എന്നാൽ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ, തെക്കൻ കേരളത്തിൽ ഇതുപോലെ പരസ്യമായ ഒരു ധ്രുവീകരണം, പരസ്യമായൊരു തരംഗം നമുക്ക്
തെക്കൻ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തെക്കൻ കേരളത്തിൽ നിന്ന് കുറേ സീറ്റുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാൻ കഴിയുമോ എന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വടക്കൻ കേരളത്തിൽ ഒരു വലിയ തരംഗം പരസ്യമായി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ അങ്ങനെ ഒരു പുറമേ കാണാവുന്ന ഒരു ചലനം തെക്കൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, വടക്കൻ കേരളത്തിൽ പരസ്യമായി ഒരു തരംഗം രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തെക്കൻ കേരളത്തിൽ അന്തർലീനമായ ഒരു തരംഗം, അടിത്തട്ടിൽ ഒരു തരംഗം ഇങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. അത് പുറമേക്ക് അത് കണ്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ എന്താണ് ഈ തെക്കൻ കേരളത്തിൽ ഈ അന്തർലീനമായിട്ടുള്ള ഒരു തരംഗം എന്ന് ഞാൻ പറയാൻ കാരണം എന്നതാണ് ഇനി ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, തെക്കൻ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഹിന്ദു സമുദായത്തിന് ആണ് ഭൂരിപക്ഷം. അങ്ങ് മധ്യ തിരുവിതാംകൂറിൽ കുറേ സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ളത് ഒരു ഹിന്ദു ഭൂരിപക്ഷമാണ്. അവരുടെ ഇടയിലാണ് നമുക്ക് പരസ്യമായൊരു തരംഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ കഴിയാത്ത. പക്ഷേ അവിടെയും അന്തർലീനമായിട്ടുള്ളൊരു തരംഗം UDF അനുകൂലമായിട്ടുണ്ട് എന്ന് വാദിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഈ തെക്കൻ കേരളത്തിൽ UDF അനുകൂലമായിട്ടുള്ള അന്തർലീനമായിട്ടുള്ള തരംഗത്തിൻ്റെ കാരണം എന്താണെന്നറിയാമോ സുഹൃത്തുക്കളെ? അത് ശബരിമലയിൽ നടന്ന പെരുങ്കൊള്ള എന്ന സംഭവമാണ്. ശബരിമല പെരുങ്കൊള്ള വ്യാപകമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രകടമായെങ്കിലും ഇത്തവണ ശബരിമല പെരുങ്കൊള്ള വ്യാപകമായി പ്രകടമായിട്ടില്ല എന്ന് LDFൻ്റെ ആളുകളും നേതാക്കളും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായും തെറ്റാണ്, തീർത്തും തെറ്റാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരെടുത്ത് പറയാനുള്ളത്. തെക്കൻ തിരുവിതാംകൂറിലെ ഹിന്ദുക്കളുടെ മനസ്സിനെ വല്ലാതെ മഥിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ശബരിമല പെരുങ്കൊള്ള. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും ലക്ഷക്കണക്കിന് ഭക്തന്മാർ എല്ലാ വർഷവും സന്ദർശിക്കുന്ന ഹിന്ദു മതവിഭാഗത്തിൻ്റെ മഹാക്ഷേത്രമാണ് ശബരിമല. യഥാർത്ഥത്തിൽ ശബരിമലയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കൂടുന്നത് പോലെ വേറെ ഒരു ഹിന്ദു ആരാധനാലയത്തിലേക്കും ആളുകൾ വരാറില്ല. ഗുരുവായൂരിലൊന്നും ഈ ശബരിമലയുടെ അത്രയും പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആ ശബരിമലയിൽ നടന്ന ശതകോടികളുടെ പെരുംകൊള്ള, ആ പെരുംകൊള്ള തിരുവിതാംകൂറിലെ ഹിന്ദു ജനവിഭാഗങ്ങളുടെ മനസാക്ഷിയെ വലിയ തോതിൽ മഥിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു തർക്കമില്ല. അത് ഈ പറഞ്ഞതുപോലെ വടക്ക് വന്നതുപോലെ അതങ്ങ് പുറമേ അവർ കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ പെരുങ്കൊള്ള ആരാ പുറത്തു കൊണ്ടുവന്നത്? ആ പെരുങ്കൊള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പുറത്തു കൊണ്ടുവന്നത്. ആ പെരുങ്കൊള്ള എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? ശ്രീകോവിലിൽ, ശബരിമലയിലെ ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ടുപോയി സുഹൃത്തുക്കളെ. അത് അടിച്ചുകൊണ്ടുപോയ സമയത്ത് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത് ആരാ? കോൺഗ്രസ് ആണോ? അല്ല. 3 ഭരണസമിതികളാണ് ഈ ശബരിമലയിൽ പെരുങ്കൊള്ള നടക്കുമ്പോൾ ദേവസ്വം ബോർഡിലുണ്ടായിരുന്നു. അതിലൊന്ന് A. പത്മകുമാറിൻ്റെ ഭരണസമിതി, 2 N. വാസുവിൻ്റെ ഭരണസമിതി, 3 PS പ്രശാന്തിൻ്റെ ഭരണസമിതി. ആരാണ് പത്മകുമാറും N. വാസുവും പ്രശാന്തും? CPM അല്ലേ സുഹൃത്തുക്കൾ? CPM നിയമിച്ച ദേവസ്വം ബോർഡല്ലേ. ഇനി അക്കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്നതാരാ? കോൺഗ്രസ്സുകാരനാണോ? അല്ല. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന CPMൻ്റെ മന്ത്രിയായിരുന്നു ഈ ശബരിമല കൊള്ള നടക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുള്ള മന്ത്രി. PS പ്രശാന്ത് കാലത്ത് ക്രമക്കേട് നടക്കുമ്പോൾ VN വാസവൻ എന്ന് പറഞ്ഞ CPMകാരനാണ് ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുള്ള മന്ത്രി. ഇപ്പം എന്താ ആ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പെരുങ്കൊള്ള നടക്കാൻ അടിസ്ഥാന കാരണമായിട്ടുള്ള 15/7/2019 ഉത്തരവുണ്ട്. ആ ഉത്തരവിലാണ് സ്വർണം ചെമ്പാണ് എന്നുള്ള ഉത്തരവ് വന്നത്. ആ ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരാണ്? A. പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ്. ആ ഉത്തരവാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊക്കെ ഉൾപ്പെടെ വന്നിട്ട് ശതകോടികളുടെ കൊള്ള നടത്താൻ കാരണമായിട്ടുള്ള ഉത്തരവ്. CPMകാരനായിട്ടുള്ള CPM നിയമിച്ചിട്ടുള്ള A. പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡ് 15/7/2019 എടുത്ത ഉത്തരവാണ്. ആ ഉത്തരവ് A. പത്മകുമാർ ഇറക്കിയതുകൊണ്ടാണ് അയാൾ പിന്നെ 90 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. ജയിലിൽ നിന്ന് അയാൾ പുറത്തിറങ്ങേണ്ടി വന്നത് എങ്ങനെയാണ്? കൃത്യമായ സമയത്ത് കുറ്റപത്രം കൊടുക്കാതിരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ശബരിമല പെരുങ്കൊള്ളയ്ക്ക് കാരണമായിട്ടുള്ള ഉത്തരവിറക്കിയ CPMകാരനായിട്ടുള്ള A. പത്മകുമാർ 90 ദിവസം ജയിലിൽ കിടന്നിട്ടും ഇന്നും അയാൾക്കെതിരെ ഒരച്ചടക്ക നടപടിയും എടുക്കാൻ CPMന് കഴിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ. അതുപോലെ അതിനുശേഷം വന്ന N. വാസുവിനെതിരെയും അച്ചടക്ക നടപടി എടുത്തിട്ടില്ല. 2025 PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ
ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞ് പൂശിയതുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞ PS പ്രശാന്തിനെതിരെയും CPM-ന് ഒരു നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഹിന്ദുക്കളുടെ മനസ്സിനെ മതിക്കുന്ന പ്രശ്നം എന്താ? തങ്ങളുടെ മഹാക്ഷേത്രമായിട്ടുള്ള ശബരിമലയിലെ ശ്രീകോവിലിൽ നിന്ന് ശതകോടിക്കണക്കിന് രൂപയുടെ സ്വർണം കട്ടുകൊണ്ട് പോകാൻ കൂട്ടുനിന്ന ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത CPM നേതാക്കന്മാരെ എല്ലാവരെയും CPM എന്ന് പറഞ്ഞ പാർട്ടി രക്ഷിക്കുന്നു എന്നുള്ളത് തെക്കൻ കേരളത്തിലെ ഹിന്ദു സമുദായത്തിനെ അതിഭീകരമായി ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. A. പത്മകുമാർ മുൻകൂർ ജാമ്യത്തിനായി കീഴ്ക്കോടതിയെ സമീപിച്ചു, കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചു. കൊല്ലം വിജിലൻസ് കോടതി പറഞ്ഞു ഒരു കാരണവശാലും ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല, കാരണം ഇയാൾ പ്രഥമ ദൃഷ്ട്യാ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. കൊല്ലം വിജിലൻസ് കോടതി പറഞ്ഞതാണ്. ശബരിമല ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാണ് പത്മകുമാർ. 15/7/2019 ഇറക്കിയ ഉത്തരവാണ് ഈ കൊള്ളയുടെ അടിസ്ഥാന കാരണം, പ്രഭവ കേന്ദ്രം. അതുകൊണ്ട് ഈ പത്മകുമാറിന് ഈ ക്രൂരമായിട്ടുള്ള ഈ ഹൊറൻഡസ് ക്രൈമിൽ പ്രഭവ സ്ഥാനത്ത് നിൽക്കുന്നത് അയാളാണ്, പ്രഥമ ദൃഷ്ട്യാ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് അയാളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മകുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം കൊടുക്കാതിരുന്നത്. കേരള ഹൈക്കോടതി അയാൾക്ക് ജാമ്യം കൊടുത്തില്ല. അപ്പോൾ ഈ കുറ്റത്തിന് ശബരിമലയിൽ നടന്ന പെരുങ്കൊള്ളയിൽ നിർണായക സ്ഥാനം വഹിച്ചിട്ടുള്ള CPM-ൻ്റെ നേതാവായിട്ടുള്ള A. പത്മകുമാർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടിട്ടും ആ പത്മകുമാറിനെതിരെ ഒരു നടപടിയും എടുക്കാത്ത CPM-നെതിരെ കേരളത്തിലെ വലിയൊരു വിഭാഗം ഹിന്ദു ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു രോഷവും പ്രതിഷേധവും അലയടിച്ചു വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിൽ UDF-ന് അനുകൂലമായിട്ടുള്ള വജ്രായുധമായി മാറാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ശബരിമല കൊള്ളയാണ്. 2019 യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് CPM തൂത്തുവാരപ്പെട്ടു പോയത്. അന്ന് പിന്നെ ആചാരലംഘനമായിരുന്നു പ്രശ്നമെങ്കിൽ ഇന്ന് കേരളത്തിലെ തെക്കൻ തിരുവിതാംകൂറിലെ ഹിന്ദു ജനവിഭാഗങ്ങളുടെ മനസ്സിൽ CPM-നെതിരെ അതിശക്തമായിട്ടുള്ള രോഷവും പ്രതിഷേധവും അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സംശയവും വേണ്ട, CPM-നെതിരെ വലിയ തോതിൽ വോട്ടായി മാറാനുള്ള സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് അന്തർലീനമായിട്ടുള്ള ഒരു തരംഗം തെക്കൻ കേരളത്തിൽ പിന്നെ UDF-ന് അനുകൂലമായിട്ടുണ്ട്. അത് ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-നെതിരെ ഒരു വലിയ മതവിഭാഗത്തിൻ്റെ മനസ്സിലുള്ള മനോവ്യഥയും അവർക്ക് CPM-നോടുള്ള രോഷവും പ്രതിഷേധവുമാണ് എന്ന് നമ്മൾ നിരീക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.